നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന താരപ്രചാരകരുടെ പട്ടിക പാർട്ടികൾ തയ്യാറാക്കി നൽകുന്നുണ്ടാകാം. പക്ഷേ യഥാർത്ഥ താരപ്രചാരകർക്കായി കേരളത്തിലെ പാർട്ടികൾ പ്രയാസപ്പെടുകയാണ്. വേദികളെ ഇളക്കി മറിക്കാനും വോട്ടർമാരുടെ മനം തൊടാനും കഴിയുന്ന ശബ്ദങ്ങൾ സംസ്ഥാനത്ത് പ്രചാരണ വേദികളിൽ കുറഞ്ഞു വരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കായി ജനങ്ങളെ കയ്യിലെടുത്ത VS അച്യുതാനന്ദൻ പ്രായദൈർഘ്യത്തിൽ പൂർണ്ണ വിശ്രമത്തിലാണ്. UDF വേണ്ടി 2019 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അനവധി പൊതുയോഗങ്ങളിൽ ശബ്ദിച്ച AK ആന്റണി പൊതുപരിപാടികൾ തലസ്ഥാനത്ത് ഒതുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ എങ്കിലും പ്രചാരണത്തിന് ഇറങ്ങണമെന്ന നേതാക്കളുടെ ആവശ്യം ആന്റണി നിരസിച്ചിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണന്റെയും കാനം രാജേന്ദ്രന്റെയും വിയോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ ഭാരം ഇരട്ടിപ്പിക്കുകയാണ്. 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് 22 ദിവസം നീണ്ട പര്യടനത്തിന് പിണറായി തയ്യാറായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സഹായിക്കാനുണ്ട്. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിലായി CPM പ്രചാരണത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള ഇത്തവണ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കും. മറ്റൊരു PB അംഗം MA ബേബി സജീവമാണ്. CPIയിൽ നിന്ന് എല്ലാവർക്കും വേണ്ട പന്തിയൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ പുറത്തേക്കില്ല. വയനാട് സ്ഥാനാർത്ഥി കൂടിയായതിനാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനുമാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രചാരകർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രവർത്തക സമിതി അംഗം ശശി തരൂരും KPCC പ്രസിഡന്റ് K സുധാകരനും മുൻ പ്രസിഡന്റ് K മുരളീധരനും പ്രചാരണ വേദികളിലെ ആകർഷണങ്ങൾ ആണെങ്കിലും 4 പേരും സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യവും മുന്നണി സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്നു. BJPയുടെ ജനകീയ മുഖമായ മുതിർന്ന നേതാവ് O രാജഗോപാലിനും പ്രായവും അനാരോഗ്യവും ഇത്തവണ തടസ്സമാണ്. കേന്ദ്രമന്ത്രി V മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും സ്ഥാനാർത്ഥികളായതിന്റെ പരിമിതി NDAയ്ക്കുണ്ട്. ഓർമ്മയായ ഉമ്മൻചാണ്ടിയും കോടിയേരിയും കാനവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്ത 3 നേതാക്കന്മാരാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിയോഗം തീർത്ത വിടവ് ആ പാർട്ടികളും കേരള രാഷ്ട്രീയവും തൊട്ടറിയുന്നുണ്ട്. കേരള കോൺഗ്രസുകളുടെ ഈ മുടിചൂടാമന്നനായ KM മാണി വിടവാങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുകൂടിയാണ്.